മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ കേന്ദ്രം കൈയൊഴിഞ്ഞോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ആവില്ല എന്നാണ് ഇന്ന് കേന്ദ്രം കോടതിയിൽ നിലപാടെടുത്തത്. അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമെന്നാണ് ന്യായീകരണം. എന്നാൽ കേന്ദ്ര നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിന് സഹായം നൽകുമ്പോൾ കേരളത്തോടുള്ള ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ചൂരൽമല ദുരന്തബാധിതരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതും കോടതി തടഞ്ഞു. ദുരന്തം നടന്ന് 1.5 വർഷം പിന്നിട്ടിട്ടും വായ്പ എഴുതിത്തള്ളാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ തവണകളിലൊക്കെ ഒളിച്ചുകളി തുടർന്ന കേന്ദ്ര സർക്കാർ ഇന്നു മറുപടി നൽകി. എഴുതിത്തള്ളാനാകില്ല എന്നായിരുന്നു ആ മറുപടി. സാങ്കേതികത്വമാണ് കാരണമായി പറഞ്ഞത്. പക്ഷേ മനുഷ്യപക്ഷത്ത് നിന്ന് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ച നടപടികളും നിരീക്ഷണങ്ങളും വിമർശനവും ഏറെ ശ്രദ്ധേയമാണ്. 10, 60, 70 വയസ്സൊക്കെ ആയ ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു ജോലിയില്ല, ഒന്നുമില്ല. അവരെ ഇത് കിട്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സർക്കാർ ഈ നിലപാട് എടുക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ വായ്പകൾ എന്തായാലും എഴുതി തള്ളണം. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. കേന്ദ്രത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നയനിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഇങ്ങനെ നീളുന്നു കേന്ദ്രത്തിന്റെ ന്യായീകരണം. കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ്. കേന്ദ്രത്തിന്റെ ഈ ഫെഡറൽ സംവിധാനത്തിനോടുള്ള നിലപാട് വളരെ പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെയൊരു നയമാണ് കേന്ദ്രം എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. ആ ദുരന്തം നടക്കുന്ന ആദ്യത്തെ ദിവസം മുതൽ നാം വളരെ കൃത്യമായി കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് ആണ് അവിടുത്തെ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രം ചെയ്യേണ്ട ന്യായമായ സഹായം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ചില സംസ്ഥാനങ്ങളോട് അത് അവിഹിതമെന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നതിനൊക്കെ സന്തോഷമുള്ളൂ. അവരോട് കാണിക്കുന്ന ഒരു അതിരുവിട്ട സ്നേഹം അത് കേരളത്തോട് കാണിച്ചില്ലെങ്കിലും നമ്മളോട് ചെയ്യേണ്ട ന്യായമായ കാര്യങ്ങൾ ചെയ്യണം. കോടതിയായിരുന്നു ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തെ പരിഹസിച്ചത് ഫെന്റാസ്റ്റിക് എന്ന വാക്കുപയോഗിച്ച്. തീർന്നില്ല. സഹായം നൽകാൻ താല്പര്യമില്ലെങ്കിൽ ആർജവത്തോടെ നിലപാട് വ്യക്തമാക്കണം. അധികാരമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയല്ല വേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ദുരിതബാധിതരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യരുതെന്ന നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിയത്. ഏത് മാർക്കറ്റിൽ ഞങ്ങൾ വീട് സ്ഥലങ്ങളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു ജോലിക്കോ ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാരാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഇനി കടനും അടയ്ക്കാൻ പറ്റുക? അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഞങ്ങൾക്ക് ഈ വായ്പകളൊക്കെ എഴുതി തള്ളുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ്. ഈ മറ്റ് സ്റ്റേറ്റുകൾക്കുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം ഈ ഇത്തരം സമീപനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് എവിടെ കൊണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹർജിയിൽ ദേശസാൽകൃത ബാങ്കുകളെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. റിസർവ് ബാങ്ക് ചട്ടങ്ങളും കേന്ദ്രത്തിന്റെ അധികാര പരിധിയുമൊക്കെ പഞ്ചാബിനും ഹരിയാനയ്ക്കും മധ്യപ്രദേശിനും പണം നൽകുമ്പോൾ നമ്മൾ കണ്ടില്ല. കേരളത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എങ്ങനെ ഈ ചട്ടങ്ങൾ വിലങ്ങുതടിയായി മാറുന്നുവെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന ചോദ്യം. നമ്മൾ ചോദിക്കുന്നത് ഔദാര്യമല്ല, മറിച്ച് കേരളത്തിന്റെ അവകാശമാണെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.